ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് EDU07 സൈക്കോളജിയാണ്. അതിൽ യൂണിറ്റ് 1 കോഴ്സ് കണ്ടൻറ്റ് മെയിൻലി ലേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ളതാണ്. യൂണിറ്റ് 1 ലേണിംഗ് എ കോൺസെപ്ച്വൽ നെറ്റ്വർക്ക്. ഇവിടെ ലേണിങ്ങിൻ്റെ എന്താണ് ആസ് എ കോൺസെപ്റ്റ് ലേണിംഗ് എന്നുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ കോൺസെപ്റ്റ്സ് ഓഫ് ലേണിംഗിൽ എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ, ലേണിങ്ങിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ്സ്, അതൊരു പ്രക്രിയയാണ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ അക്വേഴ്സ് knowledge, attitude and skills that are necessary to meet the demands of life. അതായത് ലൈഫിലെ പല ഘട്ടങ്ങളിലും ഒരു വ്യക്തിക്ക് ചില ടൈപ്പ് ഓഫ് നോളേജ് ആവശ്യം വരും, ചിലപ്പോൾ ആറ്റിറ്റ്യൂഡ് ആവശ്യം വരും, സ്കിൽസ് വരും. അപ്പോൾ ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽ നേടുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയും. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരു കുട്ടി ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരിയോ മറ്റോ ടച്ച് ചെയ്യുമ്പോൾ അതിന് പൊള്ളും. അപ്പോൾ നാച്ചുറലി എന്ത് ചെയ്യും, അതിൻ്റെ വിരലുകൾ അല്ലെങ്കിൽ കൈ പിൻവലിക്കും. പിന്നീട് ഇതേപോലുള്ള ഒരു സിമിലർ സിറ്റുവേഷൻ വരുമ്പോൾ കുറച്ച് മുന്നേ ആ കുട്ടി ആ ഫീലിംഗ്, പൊള്ളുന്ന ഫീലിംഗ് കിട്ടിയതിന് ശേഷമായിരിക്കും കൈ പിൻവലിക്കുന്നത്. പക്ഷേ ഈ ഫിംഗർ വിത്ത്ഡ്രോ ചെയ്യുന്ന പ്രോസസ്സ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഗ്രാജുവലി ഹി ലേൺസ് ടു അവോയ്ഡ് നോട്ട് ഓൺലി ദ ബേണിംഗ് കാൻഡിൽ ബട്ട് ഓൾസോ അതർ ബേണിംഗ് തിങ്സ്. അതായത് ബേണിംഗ് കാൻഡിൽ മാത്രമല്ല, മറ്റ് ഇങ്ങനെ തൊട്ടാൽ പൊള്ളുന്ന കാര്യങ്ങളെക്കുറിച്ചും കുട്ടി മനസ്സിലാക്കുകയും അതിനെ ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് കുട്ടി പഠിക്കുകയും ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പറയും ചൂട് വെള്ളം കുടിച്ച പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കും, അല്ലെങ്കിൽ ചൂടുപാൽ കുടിച്ച പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കും. അതായത് ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ പിന്നെ അതൊരിക്കലും കണ്ടിന്യൂ ചെയ്യാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ബിഹേവ് ചെയ്യാതിരിക്കാനായിട്ട് കുട്ടി ലേൺ ചെയ്യും. ഓക്കെ, സോ ദ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇസ് ദസ് ചേഞ്ച്ഡ് ത്രൂ എക്സ്പീരിയൻസ്. അതായത് ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ വെച്ചിട്ട് അവരുടെ ബിഹേവിയർ മാറും എന്നുള്ളതാണ് പറയുന്നത്. This change in behavior brought by experiences is commonly known as learning. ഓക്കെ, അതായത് ഒരാളുടെ അനുഭവങ്ങൾ കാരണം അയാളുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിങ്ങിനെ നമുക്ക് ഓൾസോ വി ക്യാൻ കോൾ ഇറ്റ് ആക്ട് ഓർ പ്രോസസ് ഓഫ് അക്വയറിംഗ് നോളേജ് ഓർ സ്കിൽ. ഒരു നോളേജ് സ്കില്ല് നേടുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇറ്റ്സ് എ നോളേജ് അക്വേർഡ് ബൈ സിസ്റ്റമാറ്റിക് സ്റ്റഡിയിലൂടെ കിട്ടുന്ന അറിവാണെന്ന് പറയാം. അതുപോലെ തന്നെ സ്കിൽസ്, നോളേജ്, ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, മറ്റ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ലേണിങ്ങിൻ്റെ റിസൾട്ടാണ്. ഇനി എഡ്യൂക്കേഷനിൽ നോക്കുകയാണെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ വരുന്ന ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുക. ലേണിംഗ് ഇസ് എ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് ആക്ടിവിറ്റി. അതായത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ നമ്മളൊരു ഡിക്ഷണറി എടുത്തൊരു വേർഡിൻ്റെ മീനിങ് നോക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലേണിംഗ് ആയിട്ടാണ് വരുന്നത്. ഇനി ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളും എഡ്യൂക്കേഷനിസ്റ്റുകളും ലേണിങ്ങിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗേറ്റ്സ് ആൻഡ് അതേഴ്സ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലേണിംഗ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ്. ഒരാളുടെ എക്സ്പീരിയൻസിലൂടെ നടക്കുന്ന ഒരു മോഡിഫിക്കേഷനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കിന്നർ പറയുന്നു ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ. അതായത് ഇവിടെ ബിഹേവിയർ എന്ന് പറയുന്നത് പ്രോഗ്രസീവാണ്, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റോബർട്ട് കാഗ്നെ പറയുന്നു ലേണിംഗ് ആസ് എ ചേഞ്ച് ഇൻ ഹ്യൂമൻ ഡിസ്പൊസിഷൻ ഓർ കാപ്പബിലിറ്റി ദാറ്റ് പെർസിസ്റ്റ്സ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആൻഡ് ഇസ് നോട്ട് സിംപ്ലി അസ്ക്രൈബിൾ ടു പ്രോസസ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഹ്യൂമൻ ക്യാരക്ടറിൽ അല്ലെങ്കിൽ അവൻ്റെ കാപ്പബിലിറ്റിയിൽ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം വരെ നിലനിൽക്കുന്ന ഒന്നാണ്. അതിനെ നമുക്ക് ഗ്രോത്തിൻ്റെ അല്ലെങ്കിൽ വളർച്ചയുടെ മാത്രം ഭാഗമാണ് എന്ന് പറയുന്നത്. ലേണിംഗ് എന്ന് പറയുന്നത് വളർച്ചയുടെ മാത്രം ഭാഗമാണെന്ന് പറയാൻ പറ്റില്ല. അത് ഹ്യൂമൻ ക്യാരക്ടറിൽ വരുന്ന ഒരു ചേഞ്ചാണ്. മാത്രമല്ല അത് കുറച്ച് നാളുകൾ അല്ലെങ്കിൽ കുറേ കാലങ്ങളോളം തന്നെ നിലനിൽക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് പറയുന്നത്. ഹെൻറി പി സ്മിത്ത് പറയുന്നു ലേണിംഗ് ആസ് അക്വിസിഷൻ ഓഫ് ന്യൂ ബിഹേവിയർ ഓർ സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് ഓഫ് ദ ഓൾഡ് ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്. അതായത് നമുക്കൊരു അനുഭവം കിട്ടുമ്പോൾ നമുക്കൊരു പുതിയ ബിഹേവിയർ വരികയോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ബിഹേവിയറിനെ സ്ട്രെങ്തനിങ് ചെയ്യുകയോ വീക്കനിങ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു രീതിയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. Crow and Crow പറയുന്നു learning is the acquisition of habits, knowledge and attitudes. It involves new ways of doing things and it operates in an individual's attempt to overcome obstacles or to adjust to new situation. അതായത് ലേണിങ്ങിലൂടെ നമ്മൾ എന്തൊക്കെയാണ് നേടുന്നത്? അക്വിസിഷൻ മീൻസ് നേടുക, ഹാബിറ്റ്സ്, നോളേജ്, ആറ്റിറ്റ്യൂഡ്സ്, ഈ 3 കാര്യങ്ങൾ നമുക്ക് നേടാം. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ന്യൂ വേസ് ഓഫ് ഡൂയിങ് തിങ്സ്, പുതിയതായി കാര്യങ്ങൾ ചെയ്യുന്ന രീതി. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ആൻ ഇൻഡിവിജ്വൽസ് അറ്റംപ്റ്റ് ടു ഓവർകം ഒബ്സ്റ്റക്കിൾസ്, അതായത് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ
ഈ പുതിയ സിറ്റുവേഷൻസുമായി അഡ്ജസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഒരു ലേണർ നേടിയെടുക്കുകയും ചെയ്യുന്നു. ഇനി ഫീച്ചേഴ്സ് ഓഫ് ലേണിംഗ് നോക്കുകയാണെങ്കിൽ, ലേണിംഗ് ആസ് എ പ്രോസസ് വിച്ച് ക്യാൻ ബി ഇൻഹെറിറ്റഡ് ഫ്രം ദ ബിഹേവിയറൽ ചേഞ്ച്. അതായത് ഒരാളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റമനുസരിച്ച് വരുന്നൊരു രീതിയെ ലേണിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ ചിലപ്പോൾ അത് വിസിബിൾ ആയിരിക്കാം, ചിലപ്പോൾ കൺസീൽഡ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ചിലരൊക്കെ നല്ല മാറ്റം ഉണ്ടല്ലോ മുന്നത്തെക്കാളും എന്ന് പറയുന്നത് അവരുടെ സ്വഭാവത്തിൽ, അവരുടെ ക്യാരക്ടറിലൊക്കെ മാറ്റം കൊണ്ടുവരാനായിട്ട്. പിന്നെ റിലേറ്റീവ്ലി പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ലേണിംഗ് പലരിലും ഡിഫറെൻ്റ് ഇൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ആണ്. പലരിലും പല രീതിയിലായിരിക്കാം വരുന്നത്. അത് മേ ബി മെച്ചുറേഷൻ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ മോട്ടിവേഷൻ കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ലേണിങ്ങിനെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ബിഹേവിയർ, പെട്ടെന്നുള്ള ഒരാളുടെ എടുത്തുചാട്ടം എന്നൊക്കെ നമ്മൾ പറയാം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു നിമിഷത്തിലുള്ള ബിഹേവിയറിൽ നിന്നും ലേണിങ്ങിനെ നമുക്ക് കറക്റ്റായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ്. ഇനി നേച്ചേഴ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ലേണിംഗ്. ഇവിടെ ഏകദേശം 11 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു ഷോർട്ട് ഫോം കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് AIDBBPESCOC. ഒരു സ്റ്റോറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ അഡ്ജസ്റ്റഡ് മൈ ഹാബിറ്റ്സ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ദിസ് ചേഞ്ച്ഡ് മൈ ബിഹേവിയർ ആൻഡ് പെർഫോമൻസ്. Guided by a clear purpose through education, experience and a wide social life, making learning a continuous journey. അപ്പോൾ ഈ കീവേഡ്സ് ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ലേണിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മറ്റ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ഉണ്ട്, മെച്ചുറേഷൻ ആൻഡ് മോട്ടിവേഷൻ. ഇതിൽ നിന്ന് എങ്ങനെയാണ് ലേണിംഗ് ഡിഫറെൻ്റ് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എ എന്ന് പറയുന്നത് ലേണിംഗ് ആസ് അഡ്ജസ്റ്റ്മെൻറ്റ്. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾക്ക് ചുറ്റും ജീവിക്കുന്ന എൻവയോൺമെൻറ്റും തമ്മിലൊരു കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ പുതിയ പുതിയ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ പുതിയ സിറ്റുവേഷൻസുമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പഠിക്കുന്നു? അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നു. ഇത് നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് അഡാപ്റ്റഡ് ആവുന്നു. അതായത് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്താവും? അഡാപ്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ലേണിംഗ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ലേണിംഗ് എന്ന് പറയുന്നത് ഐ ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇതൊരു പ്രോസസ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഇവിടെ ഒരു വാല്യൂ എൻഹാൻസ്മെൻറ്റ് കാണാം. പക്ഷേ എല്ലാ ലേൺഡ് ബിഹേവിയേഴ്സും ഇംപ്രൂവ്മെൻറ്റ് തന്നെ കാണിക്കണം എന്നുള്ളത് ഇല്ല. ചിലപ്പം ചിലർ മടിയായിരിക്കാം കാണിക്കുന്നത്. ഇപ്പോൾ ചിലർക്ക് നല്ലൊരു രീതിയിൽ പോയി കൊണ്ടിരുന്ന ഒരാൾ ചിലപ്പം അയാളുടെ എക്സ്പീരിയൻസസ് കൊണ്ട് നെഗറ്റീവ് ഇംപ്രൂവ്മെൻറ്റും കാണിക്കാം. പക്ഷേ ലേണിംഗ് എന്ത് തന്നെയാണ്? അക്യൂർഡ് ആയിട്ടുള്ള നമ്മൾ നേടിയെടുക്കുന്ന ബിഹേവിയറൽ പാറ്റേൺസ് ആണ്. അപ്പോൾ ലേണിംഗ് ഒരു ഡിസൈറബിൾ ചേഞ്ച് കൊണ്ടുവരണം എന്നുണ്ട്. അത് പക്ഷെ എപ്പോഴും ഇംപ്രൂവ്മെൻ്റ് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ലേണിംഗ് എന്ന് പറയുന്നത് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ വുഡ്വർത്ത് പറയുന്നത് ഓൾ ആക്ടിവിറ്റി ക്യാൻ ബി കോൾഡ് ലേണിംഗ് സോ ഫാർ ആസ് ഇറ്റ് ഡെവലപ്സ് ഇൻഡിവിജ്വൽ. അതായത് ആ ഇൻഡിവിജ്വലിനൊരു വളർച്ച, ശാരീരികമായിട്ടല്ല മാനസികമായിട്ടുള്ളൊരു വളർച്ച അത് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ആക്ടിവിറ്റിയും നമുക്ക് ലേണിംഗ് എന്ന് വിളിക്കാം. ഇനി ലേണിംഗ് പോസിറ്റീവ് ഡെവലപ്മെൻറ്റും ആവാം, നെഗറ്റീവ് ഡെവലപ്മെൻറ്റും ആവാം. പക്ഷെ ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് നമ്മൾ ലേണിൽ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രസീവായിട്ടുള്ള ചേഞ്ചും പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷനുമാണ്. ഇനി ലേണിംഗ് ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ്. അപ്പോൾ ബിഹേവിയറൽ ചേഞ്ചസ് പല കാര്യങ്ങൾ കൊണ്ടൊരു വ്യക്തിക്ക് വരാം. ഒന്ന് ഫെറ്റീഗ് മീൻസ് ടെമ്പററി ആയിട്ട് ടയേർഡ് ആവുക, താൽക്കാലികമായിട്ട് ടയേർഡ് ആവുക. ഡ്രഗ്സിൻ്റെ യൂസ്, അത് ഒരാളുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുക. എന്തെങ്കിലും സിക്നസ് കൊണ്ട് ഒരാൾക്ക് ബിഹേവിയർ ചേഞ്ച് ചെയ്യുക. മെച്ചുറേഷൻ കൊണ്ടും വരാം. മെച്ചുറേഷൻ എന്ന് പറയുന്നത് ജനറ്റിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ഗ്രോത്ത്. അങ്ങനെ ലേണിങ്ങും ബിഹേവിയറൽ ചേഞ്ചസും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് ഈ ബിഹേവിയറൽ ചേഞ്ചസ് കോസ്ഡ് ബൈ ദീസ് ഫാക്ടേഴ്സ് ആർ യൂഷ്വലി ടെമ്പററി ഓർ ട്രാൻസിയൻറ്റ്. ഇപ്പോൾ ഈ ഒരാൾക്ക് ക്ഷീണം കൊണ്ടൊരു ബിഹേവിയറൽ ചേഞ്ച്, അത് യൂഷ്വലി കാം ആയിട്ടുള്ള ഒരാൾ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. അത് ചിലപ്പോൾ അയാൾ മെൻ്റലി ഓർ ഫിസിക്കലി ടയേർഡ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതെന്താണത്? സ്ഥിരമായിട്ടുള്ള അയാളുടെ ഒരു ചേഞ്ച് അല്ല. അപ്പോൾ അത് ടെമ്പററി ആണ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമ്പോൾ മാത്രം ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കുന്നു. അതെന്ന് പറയുന്നത് ടെമ്പററി ആയിരിക്കാം. അതിൻ്റെ കിക്ക് പോയി കഴിയുമ്പോൾ മേ ബി ഹി വിൽ കം ബാക്ക് ടു ആസ് എ നോർമൽ പേഴ്സൺ. അപ്പോൾ ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ലേണിംഗ് എന്ന് പറയുന്നത് ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ലേണിംഗ് ടെൻഡ് ടു ബി മോർ സ്റ്റേബിൾ, പെർമനൻറ്റ് ആൻഡ് എൻഡ്യൂറിങ് എന്നും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. ഇനി ലേണിംഗ് ആൻഡ് പെർഫോമൻസ്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ പ്രോസസ്സാണ്. ഇതിലൂടെ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. ഇനി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ എക്സ്പ്രഷൻ. അത് ലേണിംഗ് എന്ന് പറയുന്നത് നമുക്ക് മാനസികമായി നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ
നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് വിസിബിളായിട്ട് കാണുന്ന ഒരു എക്സ്റ്റേണൽ എക്സ്പ്രഷനാണ്. അതൊരു ഒബ്സർവബിൾ ഔട്ട്കം ഓഫ് ലേണിംഗ് ആണ്. നമ്മൾ ഇപ്പം ഇഫ് ഐ ഡിസൈഡഡ് ടു ബി എ ഗുഡ് ഗേൾ, ഇപ്പം ഞാൻ അമ്മ പറയുന്നു യു ആർ നോട്ട് എ ഗുഡ് ഗേൾ, യു ഹാവ് ടു ബിഹേവ് ലൈക്ക് എ ഗുഡ് ഗേൾ. അപ്പം ഞാനത് ഡിസൈഡ് ചെയ്യുന്നത് ഐ വിൽ ബി എ ഗുഡ് ഗേൾ. അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്? ഞാൻ നല്ല കുട്ടിയാന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയല്ല. ചിലപ്പോൾ അമ്മ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ വീട്ടിൽ തുണി അലക്കിയിടുക, അടിച്ചു വാരുക, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ നന്നായി പഠിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ്? എക്സ്റ്റേണലി ആണ് അമ്മ പറഞ്ഞ ആ കാര്യം ഞാൻ ലേൺ ചെയ്ത് ഉൾക്കൊണ്ട് ഞാനത് എക്സ്പ്രസ് ചെയ്യുന്നത് എക്സ്റ്റേണലി ആണ്. അപ്പോൾ ലേണിങ്ങിലൂടെ an individual may improve their ability to perform a task. ഒരു ടാസ്ക് നന്നായി പെർഫോം ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റിമുലസിന് ന്യൂ റെസ്പോൺസസ് ഡെവലപ്പ് ചെയ്യാം. ഹവർ പെർഫോമൻസ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ മെനി അതർ ഫാക്ടേഴ്സ്. പക്ഷെ ഒരാളുടെ പെർഫോമൻസിനെ മറ്റ് പല ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്യാം. ഒരാളുടെ മൂഡ്, ഹെൽത്ത്, മോട്ടിവേഷൻ എല്ലാം. അപ്പോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് ലേണിങ്ങിൻ്റെ ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിക്കേറ്റർ ഒന്നല്ല. അതായത് ഞാനൊരു ചേഞ്ച് കൊണ്ടുവന്നെങ്കിൽ പോലും അതിപ്പോൾ കണ്ടിന്യൂസ് ആവണമെന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്ത് ലേൺ ചെയ്തു എന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്നുമില്ല. ഇനി ലേണിംഗ് എന്ന് പറയുന്നത് പവർഫുൾ ആണ്. ലേണിങ്ങിന് ഒരു പർപ്പസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ലേൺ ചെയ്യുകയാണെങ്കിലും ദർ വിൽ ബി എ പർപ്പസ്. അപ്പോൾ ഈ പർപ്പസിനെ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാട്ട് ആസ്പെക്ട്സ് ദ ലേണർ പേസ് അറ്റൻഷൻ ടു. ഏത് ആസ്പെക്ട്സ് ആണ് ലേണർ ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ പറയാം നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഗുഡ് ഗ്രേഡ്സ് കിട്ടും, നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു പർപ്പസോ ഒരു ഗോളായി കണ്ടിട്ട് മേ ബി ഒരു കുട്ടി ലേൺ ചെയ്യാം. ആൻഡ് ഹൗ ദ ലേണർ ബിഹേവ്സ് ഇൻ ലേണിംഗ് സിറ്റുവേഷൻസ്. എങ്ങനെയാണ് ആ മാറ്റങ്ങൾ ഈ കുട്ടി കൊണ്ടുവരുന്നത്? വിത്തൗട്ട് എ പർപ്പസ് ലേണിംഗ് ഈസ് അൺലൈക്ലി ടു ബി ഇഫക്റ്റീവ് ഓർ മീനിങ് ഫുൾ. അതായത് ഒരു പർപ്പസ് ഇല്ലാതെ വാട്ട് എവർ ഈ ലേൺ അതൊരിക്കലും മീനിങ് ഫുൾ ആവില്ല, എഫക്റ്റീവ് ആവില്ല. ഇനി പർപ്പസ് എന്തിലൂടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ മോട്ടിവേഷൻ കൊടുക്കാം, അതുപോലെ തന്നെ വി ക്യാൻ ഓൾസോ ഗൈഡ് ദം എന്ന് പറയുന്നുണ്ട്. ഇനി ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഇൻറ്റൻഷണൽ ആവാം, പ്ലാൻഡ് ആയിട്ടുള്ള ഒന്നാവാം, അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ആവാം, അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒന്നാവാം. ഇതിപ്പോൾ പ്ലാൻഡ് ആണെങ്കിലും അൺപ്ലാൻഡ് ആണെങ്കിലും ഇതിന് രണ്ടിനും പോസിറ്റീവ് ചേഞ്ചസും നെഗറ്റീവ് ചേഞ്ചസും ബിഹേവിയറിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് പ്രോസസ്സാണ്. അതിൻ്റെ പർപ്പസ് എന്താണ്? സ്പെസിഫിക് നോളേജ് കൊടുക്കുക, ആറ്റിറ്റ്യൂഡ്സും സ്കിൽസും ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ബിഹേവിയറൽ പാറ്റേൺസ് കുട്ടികളിൽ വളർത്തിയെടുക്കുക, സൊസൈറ്റിയൽ വാല്യൂസ് ഒക്കെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക. ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ്റെ ഡ്യൂട്ടീസ്. സോ എഡ്യൂക്കേഷൻ വർക്ക്സ് ത്രൂ സ്ട്രക്ചേർഡ് ലേണിംഗ് അതായത് ഈ ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഒരു സ്ട്രക്ചേർഡ് ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസസ് ആവും അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ ടീച്ചർ. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഈ ലേണിംഗ് എത്രത്തോളം ഇഫക്റ്റീവായിട്ടൊരു കുട്ടി ലേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താൽ. നമ്മൾ പാഠഭാഗങ്ങൾ മാത്രമല്ല പറഞ്ഞു കൊടുക്കുന്നത്, നോളേജും ആറ്റിറ്റ്യൂഡും സ്കിൽസും മാത്രമല്ല, ബിഹേവിയറൽ ചേഞ്ചസും കൂടെ വേണം. ഇപ്പോൾ ഈ റീസെൻ്റ്ലി സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കൂളുകൾ തുറന്ന് 2 വീക്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? ഈ പർട്ടിക്കുലർ ബിഹേവിയറൽ പാറ്റേൺസും സൊസൈറ്റൽ വാല്യൂസ്, ഈ 3rd പോയിന്റിലാണ് ദേ ആർ ഫോക്കസിങ് ഫോർ 2 വീക്സ്. അപ്പോൾ അതും ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഗുണമാണ്. ഹൗ ലേണിംഗ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഇൻ എ പ്രോഗ്രസീവ് വേ എന്നുള്ളത്. ലേണിംഗ് ടേക്സ് പ്ലേസ് ത്രൂ എക്സ്പീരിയൻസ്. ലേണിംഗ് കനോട്ട് ബി ഡൺ ഫോർ ദ ലേണർ, ഇറ്റ് മസ്റ്റ് ബി ഡൺ ബൈ ദ ലേണർ. അതായത് ഇപ്പം ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി ലേണിംഗ് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അവർ സ്വന്തമായി നേടിയെടുക്കേണ്ട ഒന്നാണ് ലേണർ. അതിന് മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അവരുടെ ഡ്യൂട്ടി അവർ തന്നെയാണ് ചെയ്യേണ്ടത്. എക്സ്പീരിയൻസ് ഇസ് ദ ഫൗണ്ടേഷൻ ഫോർ ലേണിംഗ് ഇൻ ഓൾ ഫോംസ്. എന്ത് ലേൺ ചെയ്യണമെങ്കിലും ദർ ഷുഡ് ബി എൻ എക്സ്പീരിയൻസ്. അതിനെക്കുറിച്ച് ഒരു അനുഭവം വേണം. നോളജ് അക്വിസിഷൻ ആവട്ടെ, സ്കിൽ ഡെവലപ്മെൻ്റ് ആവട്ടെ, ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആവട്ടെ. ഇനി ലേണിംഗ് എപ്പോൾ മാത്രമേ നടക്കുള്ളൂ? ലേണർ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആയിരിക്കണം ഇൻ എ റിയൽ ഒരു സിമുലേറ്റഡ് എക്സ്പീരിയൻസ്. അതായത് ഒന്നല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ട് ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കണം. അവിടെ മാത്രമാണ് ലേണിംഗ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ട് വരുള്ളൂ. ലേണിംഗ് പ്രൊവൈഡ് ദ റോ മെറ്റീരിയൽ ഫോർ കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ്. ഈ മാനസികമായിട്ടും ബിഹേവിയറൽ ചേഞ്ചസിനും വേണ്ട എല്ലാ മെറ്റീരിയൽസും എക്സ്പീരിയൻസസിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ലേണിംഗ് ഹാസ് എ വൈഡ് സ്കോപ്പ്. ഇനി ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ലിമിറ്റഡ് ആക്ടിവിറ്റി അല്ല. ഇതിലൊരു ബ്രോഡ് റേഞ്ച് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പ്രോസസ്സസ് ഉണ്ട്. അതായത് ഹാബിറ്റ് ഫോർമേഷൻസ് നടക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ്, പാഷൻ, അതുപോലെ തന്നെ പല ബിലീഫ്സും വാല്യൂസ്, ഐഡിയൽസ്, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കുട്ടി നേടുന്നത് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി ലേണിംഗ് സ്കൂളിൽ മാത്രം നടക്കുന്ന ഒന്നാണോ? അല്ല. നമ്മുടെ വീട്ടിൽ നടക്കാം,
കമ്മ്യൂണിറ്റി, വർക്ക് പ്ലേസ്, സോഷ്യൽ സെറ്റിങ്സ്. അങ്ങനെ ദ സ്കോപ്പ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് എന്തിനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ഓവറോൾ ഹ്യൂമൻ ഗ്രോത്ത്. അതായത് നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലേൺ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും ആസ് എ ഹ്യൂമൻ ബീങ് എന്നാണ് പറയുന്നത്. ഇനി ലേണിങ്ങിന് സോഷ്യൽ ഓറിയൻറ്റേഷൻ ഉണ്ട്. അതായത് ഒരു കുട്ടി പല സോഷ്യൽ ബിഹേവിയേഴ്സും ആദ്യമായിട്ട് ലേൺ ചെയ്യുന്നത് അവരുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം. പക്ഷേ ഈ കുട്ടി വളരുന്ന ഘട്ടത്തിൽ മറ്റ് പല ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യാം. ചിലപ്പോൾ പിയർ ഗ്രൂപ്പ്, സെയിം ഏജ് ഗ്രൂപ്പ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാം, സ്കൂൾസ് ഇൻഫ്ലുവൻസ് ചെയ്യാം, വർക്കിംഗ് പ്ലേസ് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇനി ലേണിംഗ് ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽ എന്തൊക്കെയാണ്? സോഷ്യലി അക്സെപ്റ്റഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ആണ്. അതായത് ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ നമ്മൾ ലേൺ ചെയ്താൽ അതിനെ നമുക്ക് ലേണിംഗ് എന്ന് പറയാൻ പറ്റില്ല. സമൂഹം അംഗീകരിച്ചിട്ടുള്ള പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ആണ് ലേണിങ്ങിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. ഡെവലപ്പ് ടെക്നിക്സ് ടു അഡാപ്റ്റ് ടു ചേഞ്ച് ബിഹേവിയർ അക്കോർഡിംഗ് ടു സോഷ്യൽ എക്സ്പെക്ടേഷൻസ്. അതായത് ഓരോരുത്തരെ കുറിച്ചും ഓരോരുത്തരും ബിഹേവ് ചെയ്യണം എന്നുള്ള സൊസൈറ്റിയുടെ ചില റൂൾസ് ആൻഡ് നോംസ് ഉണ്ട്. അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുകയോ ചെയ്യാം. സോഷ്യൽ ഓറിയൻറ്റേഷൻ ഓഫ് ലേണിംഗ് സപ്പോർട്ട് സോഷ്യൽ ഇൻ്റഗ്രേഷൻ ആൻഡ് കൾച്ചറൽ കണ്ടിന്യൂറ്റി. ഓക്കെ, അതായത് നമ്മൾ സമൂഹത്തിൽ നിന്ന് നേടിയെടുക്കുന്ന ഈ പല പാഠങ്ങളും സമൂഹത്തിൻ്റെ ഒരു ഹാർമണൈസ് ചെയ്യാനും അതുപോലെ തന്നെ വാട്ട് എവർ ബി ദ കൾച്ചർ ദാറ്റ് വി ആർ ഇൻ അതിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. 11th പോയിന്റ് ഇതാണ്. ലേണിംഗ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ് ദാറ്റ് ബിഗിൻസ് അറ്റ് ദ ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മൾ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ മരണം വരെ നമ്മൾ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ സിറ്റുവേഷനിലും ഓരോ ബിഹേവിയറൽ അഡാപ്റ്റേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൽസ്, നോളജ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലേണിംഗ് നെവർ ട്രൂലി സ്റ്റോപ്സ്. അതൊരിക്കലും നിൽക്കുന്നില്ല. അതിന് ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അഡാപ്റ്റ് ടു ദ ഇവോൾവിംഗ് എൻവയോൺമെൻറ്റ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിനനുസരിച്ചും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് മാറ്റങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ. ലേണിങ്ങും മെച്ചുറേഷനും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പക്ഷേ കണക്റ്റഡ് അല്ലെങ്കിൽ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ്. ഒരാളുടെ അനുഭവങ്ങളിലൂടെ അവരുടെ ബിഹേവിയറിൽ വരുന്ന മോഡിഫിക്കേഷനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. പക്ഷെ മെച്ചുറേഷൻ എന്ന് പറയുന്നത് മോർ ഓർ ലെസ് ഇറ്റ് ഈസ് എ ബയോളജിക്കൽ ഓർ ജനറ്റിക് പ്രോസസ് ഓഫ് ഗ്രോത്ത്. നമ്മുടെ വളർച്ചയുടെ ബയോളജിക്കൽ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു കമ്പയർ ചെയ്തിട്ടുള്ള മെച്ചുറേഷൻ ആൻഡ് ലേണിങ്ങിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, ഇനി മെച്ചുറേഷൻ എന്ന് പറഞ്ഞത് നേരത്തെ കണ്ടു, നാച്ചുറൽ പ്രോസസ് ഓഫ് ഗ്രോത്ത് ആണ്. ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ എ ഗ്രോത്ത് ഇൻ റെസ്പോൺസ് റിലേറ്റിംഗ് ടു ദി ഫങ്ഷനിങ് ഓഫ് എ മെച്ചുവർഡ് സ്ട്രക്ചർ. അതായത് നമ്മൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഒരു മെച്ചുവർഡ് സ്ട്രക്ചറിൽ നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പോൺസ്, ഗ്രോത്ത് ഇൻ റെസ്പോൺസിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. മെച്ചുറേഷൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഓഫ് സ്ട്രക്ചർ ഇൻ റെസ്പോൺസ് ടു ദ ഡിഫ്യൂസ്ഡ് സ്റ്റിമുലേഷൻ ഫ്രം ദ സറൗണ്ടിങ്സ്. അതായത് ഒരാൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നും ആൾക്ക് പല രീതിയിലുള്ള എക്സ്പീരിയൻസസ് കിട്ടും. അപ്പോൾ അതനുസരിച്ച് ശാരീരികമായിട്ടുള്ള ഘടനയിൽ വരുന്ന ഒരു മാറ്റത്തിനാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇനി ലേണിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മോഡിഫിക്കേഷൻ, ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് അക്വിസിഷൻ ഓഫ് ന്യൂ വേസ് റെസ്പോണ്ടിങ് ടു ദി എൻവയോൺമെൻറ്റ്. അതായത് മറ്റേത് ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ഇപ്പം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടുമ്പോൾ ആ കുട്ടിയുടെ ഒരു ഗ്രോത്തും അതേസമയം അങ്ങനെ ലഭിക്കാത്തൊരു കുട്ടിയുടെ മെച്ചുറേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ കിട്ടുന്ന എക്സ്പീരിയൻസസ് അനുസരിച്ച് വരുന്ന മോഡിഫിക്കേഷനും ഇംപ്രൂവ്മെൻറ്റും അക്വിസിഷനും ഒക്കെയാണ് ലേണിംഗ് എന്ന് പറയാം. മെച്ചുറേഷൻ ഒരു ഇൻബോൺ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സാണ്. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ അക്വയർ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും എഫേർട്ടിലൂടെയും. മെച്ചുറേഷന് ഓൾമോസ്റ്റ് എല്ലാ സ്പീഷീസിനും, ഇപ്പം ഹ്യൂമൻ സ്പീഷീസിനാണെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആൻഡ് സിമിലർ പാറ്റേൺ ഉണ്ടാവും. പക്ഷെ ലേണിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഫിക്സഡ് പാറ്റേൺ ഇല്ല. അത് ഒരു സ്പീഷീസിൽ തന്നെ, ഇപ്പം മനുഷ്യരിൽ തന്നെ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിരിക്കാം. ഇനി മെച്ചുറേഷൻ അങ്ങനെ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇനി മെച്ചുറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഗ്രോത്ത്. ഫുള്ളി ഡെവലപ്മെൻറ്റ് അക്യൂർ ചെയ്യുന്നത് വരെ സംഭവിക്കുന്ന ഒന്നാണ് മെച്ചുറേഷൻ. ലേണിംഗ് എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻ്റ് ആണ്. അതായത് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, പല ഇൻ്റർവെൽസിലായിരിക്കാം ലേണിംഗ് നടക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും ഓരോ കൈൻഡ് ഓഫ് ലേണിംഗ് ആയിരിക്കാം നടക്കുന്നത്.
ഇനി മെച്ചുറേഷൻ ആണെങ്കിൽ ഒരു ഫിക്സഡ് പോയിന്റ് ഓഫ് കംപ്ലീഷൻ ഉണ്ട്. അതായത് ഒരു പോയിന്റിന് ശേഷം ഗ്രോത്ത് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം. ലേണിംഗ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആൻഡ് ഓൺ ഗോയിങ് എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ പ്രോസസ്സാണ്. ഈസ് എ പ്രീ റിക്വസ്റ്റ് ഫോർ ലേണിംഗ് ഓർ സ്കിൽ അക്വിസിഷൻ. ഇപ്പം നമുക്ക് പ്രോപ്പർ ഗ്രോത്ത് നമ്മൾ അക്യൂർ ചെയ്താൽ മാത്രമാണ് ആ ഒരു സ്റ്റേജിൽ, ഓരോ സ്റ്റേജിലും അറ്റൈൻ ചെയ്യേണ്ട ഓരോ ഗ്രോത്ത് ഉണ്ട്. അത് ഓരോ സ്റ്റേജിലും അറ്റൈൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ലേണിംഗ് അല്ലെങ്കിൽ സ്കിൽ അക്വിസിഷൻ സംഭവിക്കുകയുള്ളൂ. ഇനി ലേണിംഗ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? മെച്ചുറേഷനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നുമുണ്ട്. ഓക്കെ, ഇനി മെച്ചുറേഷൻ കെമിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ ഇന്റേണൽ ബോഡീസിൽ വരാം. ഫോർ എക്സാമ്പിൾ മെച്ചുറേഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഏജിൽ നമ്മൾ സെക്ഷൽ ഡെവലപ്മെൻ്റ് ഒക്കെ കൈവരിക്കുന്നത്. പിന്നെ ലേണിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ എക്സ്റ്റേണൽ ബിഹേവിയർ ആണ് വരുന്നത്. ഇന്റേണൽ ഓർഗൻസിന് ലേണിംഗ് കൊണ്ട് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പിന്നെ മെച്ചുറേഷൻ ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്രാക്ടീസ്. പക്ഷേ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്രാക്ടീസ് ആൻഡ് റിപ്പീറ്റേഷൻ. നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയും നമ്മൾ ആ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെയുമാണ് ആ ലേണിംഗ് ഫോം ചെയ്യുന്നത്. ഇനി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ബോത്ത് ആർ കോംപ്ലിമെൻ്ററി. പക്ഷേ മെച്ചുറേഷനും ലേണിങ്ങും എന്ത് തന്നെയാണ്? ഡിഫറെൻറ്റ് തന്നെയാണ്. ഇറ്റ്സ് ലൈക്ക് എ മാരീഡ് കപ്പിൾ സൈഡ് ബൈ സൈഡ് ഫെസിലിറ്റേറ്റിംഗ് ഈച്ച് അതർ. അതായത് ഒരു മാരീഡ് കപ്പിളിനെ പോലെയാണ്, പരസ്പര പൂരകമായി നിൽക്കുന്ന രണ്ട് പേരാണ് മെച്ചുറേഷനും ലേണിങ്ങും. ഇവർ ക്ലോസ്ലി റിലേറ്റഡ് ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. ദേ ആർ ഇൻ്റർ റിലേറ്റഡ് ആണ്, ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. അത് പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് മെച്ചുറേഷനും ലേണിങ്ങും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലെ 2 ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ലേണിംഗ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഡെഫിനിഷൻസ്, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ദി ഡിഫറൻസ് ബിറ്റ്വീൻ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്, അത് രണ്ടും സെയിം അല്ല, പക്ഷേ റിലേറ്റഡ് ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ് നമ്മളിവിടെ കണ്ടു. ഇനി കുറച്ചും കൂടെ ഉണ്ട്. ദാറ്റ് വിൽ ബി അനദർ വീഡിയോ.